വെറും 10 മിനിറ്റിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഈസി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ ഒന്ന് കാണിക്കുന്നത്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നർ ആയിട്ടും സ്കൂൾ വിട്ടിരുന്ന മക്കൾക്ക് 4 മണി ചായയുടെ കൂടെയൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയൊരു സിമ്പിൾ ഐറ്റമാണ്. കുറച്ച് ബ്രെഡും വീട്ടിൽ എപ്പോഴുള്ള കുറഞ്ഞ ചേരുവകളുണ്ടെങ്കിൽ നമുക്കിത് ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ പാനിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചെടുത്ത ശേഷം ഒരു 4 ബ്രെഡ് ഇതുപോലെ ചെറിയ സ്ക്വയർ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പൊടിയാത്ത രീതിയിൽ പതുക്കെ പതുക്കെ ഇളക്കി കൊടുക്കുക കേട്ടോ. ഈ ഒരു ബ്രെഡ് ഇതുപോലെ കുറച്ച് സമയം ഇളക്കിയെടുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ബ്രെഡെല്ലാം ക്രിസ്പി ആക്കി എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് കോരിയിട്ട് മാറ്റി വെക്കാം. ഇനി ഈ ഒരു പാനിലേക്ക് തന്നെ നമ്മൾ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. നമുക്ക് കുട്ടികൾക്ക് സ്നാക്സ് ബോക്സിൽ വേണമെങ്കിലും ഇതുപോലെ തയ്യാറാക്കി കൊടുത്തേക്കാം കേട്ടോ. എന്നും ഇങ്ങനെ ബേക്കറി ഒക്കെ കൊടുക്കുന്നതിന് പകരം ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ക്യാരറ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ക്യാരറ്റിൻ്റെ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് ഒരു സവാളയുടെ പകുതി, ഒരു പച്ചമുളക് ചെറുതായി വട്ടത്തിൽ കനം കുറഞ്ഞ് അരിഞ്ഞെടുത്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റി കൊടുക്കുക. കുറച്ച് സമയം ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഒരുപാട് വയന്ന് ബ്രൗൺ കളർ ആകുമൊന്നും വേണ്ട കേട്ടോ. ആ ഒരു റോ ടേസ്റ്റ് ഒന്ന് മാറിക്കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ നന്നായിട്ട് തന്നെ വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ മാത്രമേ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഒരു 3/4 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഈ ഒരു പൊടികളുടെ റോസ്മെല്ലൊന്ന് മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് കെച്ചപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതൊരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതും കൂടെ നന്നായിട്ട് ഈ ഒരു സവോളയിലും ക്യാരറ്റിലൊക്കെ മിക്സ് ആവുന്ന രീതിയിൽ കുറച്ച് സമയം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് പെട്ടെന്ന് കൂടി പോട്ടോ, അപ്പോൾ വളരെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് അതും കൂടെ നല്ല പോലെ ഇളക്കിയെടുത്ത ശേഷം നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ബ്രെഡ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് കുറച്ച് മല്ലിയിലും കൂടെ ചേർത്ത് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പതുക്കെ പതുക്കെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഈ ഒരു മസാലയെല്ലാം ഈ ഓരോ ബ്രെഡിലും മിക്സ് ആവുന്ന അത്രയും സമയം മിക്സ് ആക്കിയെടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് മൊസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചീസ് ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അത് ഓപ്ഷനിലാണ്. ഇതില്ലെങ്കിൽ ഇത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ചീസൊക്കെ ഇഷ്ടമുള്ള മക്കളാണെങ്കിൽ ഇതുപോലെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ ഇഷ്ടത്തോടെ കഴിച്ചോളും. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ചീസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ ചീസൊക്കെ ഒന്ന് മെൽട്ടായിട്ട് ഓരോ ബ്രെഡിലും ഇങ്ങനെ ചീസ് ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ല എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും ചെയ്യും. അപ്പോൾ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം കേട്ടോ. അതുപോലെ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എല്ലാം കമൻ്റായിട്ട് അറിയിക്കണം. ഇതുപോലുള്ള ഈസി ആൻഡ് സിമ്പിൾ റെസിപ്പീസൊക്കെയാണ് കേട്ടോ നമ്മൾ പോസ്റ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പേജ് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇനിയും ഇതുപോലുള്ള ഈസി ആൻഡ് സിമ്പിൾ റെസിപ്പീസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്